സുഹൃത്തുക്കളെ, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് സ്ത്രീ വിമോചന സംഘടനകളുണ്ട്. അതേപോലെ തന്നെ സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിൽ വനിതാ കമ്മീഷണറൊക്കെ ഉണ്ട്. ഈ പുരുഷന്മാർക്ക് ആവലാതി പറയാനും അവരുടെ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കാനും അഡ്രസ്സ് ചെയ്യാനും ഒരു സംഘടനയില്ല, ഒന്നുമില്ല. ആണുങ്ങൾക്കായിട്ട് ഏതെങ്കിലും പാർട്ടിയിൽ ഒരു വിഭാഗം ഉള്ളതായിട്ട് നമുക്ക് കേട്ടിട്ടില്ല. പൊതുവിൽ യുവതീ-യുവാക്കൾക്ക് വേണ്ടിയിട്ടുണ്ട്. കാരണം എല്ലാ യുവജന സംഘടനകളുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും അത് ആൺപെൺ വ്യത്യാസം ഇല്ലാന്നുള്ളതുണ്ട്. പക്ഷേ മറ്റേത് BJPക്ക് മഹിളാ മോർച്ചയുണ്ട്, വനിതാ ലീഗുണ്ട്, മുസ്ലിം ലീഗിന്, മഹിളാ കോൺഗ്രസ് ഉണ്ട്, കോൺഗ്രസ്സിന്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ CPMനുണ്ട്. പിന്നെ ഈ ബസ്സിൽ തോണ്ടാനും പിടിക്കാനൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് അതൊരു വേഷം കിട്ടിയിട്ട് തിരുവനന്തപുരത്തുള്ള ഒരുത്തുണ്ട്. ഈ സ്ത്രീ പീഡകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടന. അങ്ങനെയല്ല, അല്ലാതെ കേരളത്തിലെ മദ്യപാനികളിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ മദ്യപിക്കുന്നവരുണ്ട്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സംരക്ഷണ സമിതി ആവശ്യമാണെന്ന സംഘടന ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊക്കെ നിർത്തി. കാരണം ഇന്നലെ തിരുവോണമായിരുന്നു. തിരുവോണമായിട്ട് പോലും ഒരു തുള്ളി തൊടാതെ എത്രയോ കാലത്തിന് ശേഷമാണ് ഒരു മദ്യത്തിൻ്റെ മണമില്ലാതെ ഞാൻ ഒരു സദ്യ കഴിക്കുന്നത്. മറ്റൊരു കല്യാണത്തിന് പോയാലൊക്കെ ആദ്യം ഇരുന്നിട്ട് ഒന്നുകിൽ അവിടെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാവും, എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യാനുള്ള. അതൊന്നും അല്ലെങ്കിൽ നമ്മൾ കാറിലിരുന്നെങ്കിലും 2 അടിച്ചിട്ടേ നമ്മൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അങ്ങനെ അല്ലാതെ ഇന്നലെ അത്ഭുതകരമായിട്ട് ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്തു. ഒരുപക്ഷെ അതിൻ്റെ വ്യത്യാസമൊക്കെ എൻ്റെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചിലരൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ബോധ്യമാകുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഈ മാസം തന്നെ ഇപ്പോൾ ഈ ഓണത്തിന് 2 ദിവസം ബിവറേജിന് അവധി, ബാറിന് അവധി. അതേപോലെ 8-ാം തീയതി ശ്രീനാരായണ ഗുരു ജയന്തി. 21-ാം തീയതി സമാധിയാണ്, മരണം നമ്മൾ ആഘോഷിക്കില്ല. എന്നാൽ തന്നെ പലപ്പോഴും ഈ അടിയന്തരത്തിനൊക്കെ ശേഷം ഇപ്പം മദ്യപാന പരിപാടികൾ നടത്തുന്ന സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. ക്രിസ്ത്യാനികളുടെ ഇടയിലാണെങ്കിലും അതിൻ്റെ ഓർമ്മദിനം കഴിയുമ്പോൾ, മുസ്ലിങ്ങളുടെ ഇടയിലാണെങ്കിലും ഒക്കെ അത് സുഹൃത്തുക്കൾക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് പാർട്ടി കൊടുക്കുന്നത്. അമ്മാവൻ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ നമുക്കൊന്ന് കൂടണ്ടേന്ന് ചോദിക്കുക ആദ്യം. മരണ വീട്ടിലും ഈ സാധനമുണ്ട് ഇപ്പം. അതൊരു മലയാളികൾ നിത്യ പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലേ ഏറ്റവും കൂടുതൽ ആഘോഷിക്കേണ്ടതല്ലേ. മദ്യം ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ളതല്ലേ. വലിയ പ്രമാണിമാരൊക്കെ ഗവൺമെൻറ്റിൻ്റെ അംഗീകൃത വലിയ ക്ലബ്ബുകളിലും വലിയ ഹോട്ടലുകളിലും അന്നൊരു ദിവസത്തേക്ക് 10,000 രൂപ മറ്റേ കെട്ടിവെച്ച് കഴിഞ്ഞാൽ അബ്കാരി ലൈസൻസ് എടുത്ത് അവിടെ മദ്യം വിളമ്പാൻ, ഓഡിറ്റോറിയത്തിൽ വിളമ്പാനുള്ള സ്പെഷ്യൽ പെർമിഷൻ എടുക്കുക. അതൊന്നും എടുക്കാതെ തന്നെ സാധാരണക്കാരൻ രഹസ്യമായിട്ട് അവിടെ അതിനുള്ള സംവിധാനം ചെയ്ത് കഴിക്കുന്നവർക്ക് കഴിക്കാൻ കല്യാണം തലേന്നും കല്യാണത്തിന് അന്നും ഒക്കെയുള്ള പാർട്ടികൾ എല്ലാ കല്യാണങ്ങൾക്കും ഇപ്പോൾ അത്യാവശ്യം നടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ വിഭാഗത്തിലും എൻ്റെ അനിയത്തിൻ്റെ വിഭാഗത്തിലും ഒക്കെ മറ്റേത് ഒരനിയത്തിയുടേത് രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അനിയത്തിൻ്റെ വിഭാഗത്തിന് പ്രത്യേകിച്ചും എടുത്തിട്ടുള്ള തീരുമാനം തലേന്ന് ഒരാൾ പോലും മദ്യപിക്കരുത് എന്നുള്ളതാണ്. അത് തെറ്റിച്ചത് എൻ്റെ 2 റിലേറ്റീവ്സ് മാത്രമാണ്. അവരെ മണക്കുന്നുണ്ടായിരുന്നു. ബാക്കി നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും കൂടി എടുത്ത തീരുമാനം, കാരണം ഞാൻ മദ്യപിക്കുന്ന സമയമാണ്, ഒരാളും മദ്യപിക്കരുത് എന്നുള്ളതായിരുന്നു. അതെല്ലാവരും കൃത്യമായിട്ട് പാലിച്ചു. കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് അത് ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് വേസ്റ്റ് ഡിസ്പോസും കഴിഞ്ഞ് ഇവിടെ ഭർത്തൃ വീട്ടിലേക്കൊക്കെ എത്തിച്ച് എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്നു കൂടി. എൻ്റെ കല്യാണത്തിൻ്റെ അന്നും അങ്ങനെ തന്നെയാണ്. തലേന്ന് ഒരാളും ആ രീതിയിലേക്ക് ഒരു പരിപാടിയിലേക്ക് പോയില്ല, ഒരു മനുഷ്യൻ പോലും പോയില്ല എന്നുള്ളതാണ്. കാരണം അത് അവർക്ക് എന്നിലുള്ള വിശ്വാസക്കുറവാണ്. അങ്ങനെയാണ്. എൻ്റെ 2 സുഹൃത്തുക്കൾ ആൾക്കാരെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ മഞ്ചേരി വന്നിട്ട് റൂം എടുത്തപ്പോൾ അവരിൽ ഒരാളും മദ്യപിച്ചപ്പോൾ ഞാനപ്പോൾ അവരുടെ റൂമിൽ രാത്രി ഒന്ന് ജസ്റ്റ് കാരണം ഒന്ന് വിഷ് ചെയ്യാമെന്ന് എഴുതിയിട്ട് അവരതിനായിട്ട് വന്ന് മഞ്ചേരി റൂം എടുത്താൽ, അപ്പോൾ അവരുടെ റൂമിൽ ചെന്നപ്പോൾ 2 കഴിച്ചാലോ എന്നുള്ള തോന്നൽ വന്നപ്പോൾ എന്നോട് നീന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ നമ്മളെ ജീവിതത്തിൽ ഇപ്പോൾ ജീവിതത്തിൻ്റെ ഒരു നിത്യഭാഗമായി ഒരു 90% മലയാളികൾക്കിടയിലും ജാതിമത ഭേദമന്യേ ഇപ്പോൾ ജന്മദിനാഘോഷം, കുട്ടികളെന്നാവട്ടെ ബാക്കിയുള്ളവരെന്നാവട്ടെ ഒക്കെ ആവട്ടെ, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പം മദ്യം അവിഭാജ്യ ഘടകമാണ്. നമ്മളെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ മദ്യം ഉപയോഗിക്കുക. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ മദ്യം പാടില്ല. അന്ന് ബിവറേജിന് അവധി, അന്ന് ബാറിന് അവധി. ബ്ലാക്കിൽ കിട്ടുമോ വേറെ കഥ. അത്യാവശ്യം എല്ലാ ബാറിലും ബ്ലാക്കിൽ കിട്ടും. തലേന്ന് തന്നെ ആൾക്കാർ മേടിച്ച് കൂട്ടും ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒന്നുമല്ലാത്ത ലോകത്തിലെ എന്നെപ്പോലെയുള്ള സാമൂഹ്യ ദ്രോഹികളുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മദ്യം ഉപയോഗിക്കാം. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റില്ല. കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് നമ്മുടെ EMS ഉൾപ്പെടെയുള്ളവരെ കടന്നു വരുന്നത്. അതിന് അടിത്തറയിട്ടത് ശ്രീനാരായണ ഗുരു തന്നെയാണ്.
ഞാൻ ഈഴവശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് അക്കാലത്ത് പറയാൻ ധൈര്യം കാണിച്ച ആർജവം കാണിച്ച ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ജന്മദിനമാണ് നമ്മളെ പിന്നെ ഈ 8-ാം തീയതി. അന്ന് അവധിയാണ് ബിവറേജിന്. അത് എഴുതിട്ട് കുടിക്കേണ്ടത് കുടിക്കും. ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിലായിരുന്നില്ല, പച്ചക്കറി കടയിലോ സാധനം മേടിക്കാനോ ഒന്നുമല്ല ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പായസം മേടിക്കാൻ വേണ്ടിയിട്ട് ബേക്കറികളിലും ആയിരുന്നില്ല തിരക്ക്. ഏറ്റവും വലിയ തിരക്കുണ്ടായിരുന്നു ബിവറേജിലാണ്. കുടിക്കേണ്ടവരെ കുടിക്കുന്നുണ്ട്. പക്ഷേ അന്ന് ഇതിന് അവധി കൊടുത്തിരിക്കുക. ഇനി ഈ ജീവനക്കാർക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ജീവനക്കാർക്കിടയിൽ ഓണത്തിൻ്റെ സമയത്ത് അവിടെയുള്ള പിന്നെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവധി കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് അന്ന് അവധിയാവണം. ഇപ്പം നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങൾ ഓണത്തിന് അടച്ചുപൂട്ടിയിടുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും ആശുപത്രികൾ അടച്ചുപൂട്ടിയിടുന്നുണ്ടോ? ഇല്ല. അവരന്നും വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഓണത്തിനും വർക്ക് ചെയ്യുന്നുണ്ട്, ബക്രീദിനും വർക്ക് ചെയ്യുന്നുണ്ട്, ക്രിസ്മസിനും പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, വിഷുവിനും വർക്ക് ചെയ്യുന്നുണ്ട്, ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപക ദിനവും ഓണവും അതേപോലെ തന്നെ പിന്നെ നബിദിനവും ഒരുമിച്ച് വന്നു എന്നുള്ളതാണ്. അതൊരു ഭയങ്കര വല്ലാത്ത അപൂർവമായി സംഭവിക്കുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നോട് ഇന്നലെ MLA എന്നോട് വിളിച്ച് പറഞ്ഞത്, ഇന്നലെ പിന്നെ MLAയുടെ ഭാര്യ പിന്നെ ഒരു യുവ MLA ആണ്, കോൺഗ്രസിൻ്റെ MLA ആണ്. അദ്ദേഹം ഇന്നലെ രാത്രി എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, വാട്സപ്പിലാണ് വിളിച്ചത്, രാജൻഭായി ഞാൻ ഇന്ന് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, പിന്നെ മോളുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർക്ക് ഒരു ബാഗ് മേടിക്കണം, അത്യാവശ്യമായിട്ട് ബാഗ് മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഗിഫ്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് അധ്യാപക ദിനമാണ്. അതായത് അവരുടെ മോളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപിക, സ്വന്തം അമ്മയെപ്പോലെ അവളെ നോക്കുന്ന അധ്യാപികയ്ക്ക്. അപ്പോഴാണ് ഇദ്ദേഹം അധ്യാപക ദിനമാണെന്ന് ആലോചിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകരെ അത്യാവശ്യം എല്ലാവരുടെയും നമ്പർ ഉള്ളതെല്ലാം, പ്രത്യേകിച്ച് മണ്ഡലത്തിലുള്ളവരെയൊക്കെയും പുറത്തുള്ളവരെയൊക്കെ പ്രായമായവരെയൊക്കെ, കാരണം അദ്ദേഹം ഇപ്പോൾ MLA ആണ്, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ അറിയാം, എല്ലാവരെയും വിളിച്ച് വിഷ് ചെയ്തു എന്നാണ്. പലർക്കും വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ അത് പിന്നെ തെരഞ്ഞെടുപ്പിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. ബാക്കിയുള്ളവർക്കും അത്തരം മാതൃകകളൊക്കെ പിന്തുടരാവുന്നതാണ്. പക്ഷേ ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആശംസ തന്നെ ആയിരിക്കണം ഗുരുവിനെ ഗുരുദേവോ ഭവ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആശുപത്രി അടയ്ക്കുന്നില്ല, പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള സ്ഥാപനങ്ങൾ അടയ്ക്കുന്നില്ല, മാധ്യമ സ്ഥാപനങ്ങൾ അടയ്ക്കുന്നില്ല. അപ്പോൾ ബിവറേജിലെ ജീവനക്കാർക്ക് പരിപൂർണമായിട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി അവധി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ വേണമെങ്കിൽ ആഘോഷിക്കാൻ കുറച്ച് സമയം മാറ്റി വെക്കാം. ആ സമയത്ത് ബിസിനസ് കുറച്ച് നേരം ഒഴിവാക്കിയിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യട്ടെ. അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള ജീവനക്കാർ ഹൈന്ദവ മത വിശ്വാസികളായിട്ടുള്ളവർ പിന്നെ നാട്ടിലേക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് അവരെ ഫുൾ കോറത്തിൽ എല്ലാ പിന്നെ ജീവനക്കാരും ഉള്ള സമയത്ത് ഓരോ ബിവറേജ് പിന്നെ ഔട്ട്ലെറ്റുകളിലും ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ പ്രവർത്തനം ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ച് 10 മണിക്ക് പിന്നെ 10 മണിക്ക് തുറക്കുന്നത് അത് 12 മണിയാക്കിയിട്ട് രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 12 മണി തൊട്ട് 3 മണി വരെ അവധിയായിരിക്കും എന്നുള്ളത് മുൻകൂട്ടി പ്രഖ്യാപിച്ച് അത്രയും സമയവും മദ്യവിൽപ്പന ഒഴിവാക്കിയിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്തോട്ടെ. അവിടെ മാധ്യമ സ്ഥാപനങ്ങളിലും ബാക്കിയുള്ളിടത്തൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ആശുപത്രികളിലും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം വേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നണേ. ഇത് പിന്നെ തോന്നുന്ന അവധി ദിവസമല്ല. പിന്നെ ഡ്രൈ ഡേ 1-ാം തീയതി, എല്ലാ മാസവും 1-ാം തീയതി. അതിനുള്ള കാരണം പറയുന്നത് ശമ്പളം കൊടുക്കുന്ന ദിവസം, അതുകൊണ്ട് ഇവൻ ഈ പൈസയ്ക്ക് മുഴുവൻ കുപ്പി മേടിച്ച് വെക്കും. അങ്ങനെയൊന്നുമില്ല. ലോകത്ത് ഏതെങ്കിലും കുടിയും കിട്ടുന്ന പൈസയ്ക്ക് പിന്നെ ശമ്പളം കിട്ടുമ്പോൾ അന്ന് ഒന്നായിട്ട് കേസ് കണക്കിന് മേടിച്ച് കൊണ്ടുപോകുക. ഇവരെന്നെ പറയണു 3 ലിറ്റർ കൂടുതൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന്. ഇതൊക്കെ ഒരു വെറുതെ ഉള്ള ന്യായീകരണമാണ്. ഇത് ബാറുകാരെ സഹായിക്കാനും വ്യാജ സാധനങ്ങൾ വിൽക്കാനും ഒക്കെയുള്ള സംവിധാനം ഇതൊക്കെ എടുത്തു കളയണം എന്നുള്ള അഭിപ്രായമാണ്. കാരണം ഞാൻ മദ്യപാനം നിർത്തിയെങ്കിലും ഈ പിന്നെ മദ്യപാനികളുമായിട്ടുണ്ടായിരുന്ന നിരന്തര സമ്പർക്കത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കാൻ ആരെങ്കിലും വേണ്ട. പിന്നെ ഏറ്റവും കൂടുതൽ ബ്ലാക്കിൽ കച്ചവടം നടക്കുന്ന ദിവസമാണ്. ഇതെടുത്ത് കളയണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ഒന്നുകിൽ ഈ സാധനം പരിപൂർണ്ണമായിട്ട് നിരോധിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ പഞ്ചായത്തിലും ഡി അഡിക്ഷൻ സെൻ്ററുകൾ തുടങ്ങണം. ഇല്ലെങ്കിൽ ഒരുപാട് പേര് ആത്മഹത്യയിലേക്ക് പോകും. കാരണം ആ സമയത്ത് കടന്നു പോകുന്ന, ഇപ്പം എനിക്ക് തന്നെ അറിയാം, കടന്നു വന്ന വഴികൾക്കകത്ത് ഞാൻ അനുഭവിച്ച ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ, ബാക്കിയുള്ളതൊക്കെ ആരുടെയൊക്കെയോ എന്തൊക്കെയോ പ്രാർത്ഥന കൊണ്ടും പിന്നെ കൂടെ നിൽക്കുന്നവരുകൊണ്ടും ചേർത്ത് പിടിക്കുന്നത് കൊണ്ടും മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു അത്ഭുത ജീവിയാണ്. ഇപ്പോൾ വിചിത്ര ജീവി എന്ന് ആൾക്കാർ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇമ്മാതിരി ജന്മം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ നാട്ടുകാരെ തെറിവിളി അത്യാവശ്യം സാമൂഹിക മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞത് ഈ ഡ്രൈ ഡേ എന്നൊന്നും പറയുന്നത് യാതൊരു അർത്ഥമില്ല. 31-ാം തീയതി എല്ലാ ബിവറേജിന് മുമ്പിലും ഭയങ്കര ക്യൂ ആകാൻ, പിറ്റേന്നത്തേക്കുള്ള തലേന്ന് മേടിച്ച് വെക്കും. പിന്നെ ബ്ലാക്കിൽ ഉള്ള കച്ചവടം നടക്കും. സ്വാതന്ത്ര്യദിനം, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ ആഘോഷിക്കണ്ടേ? വ്യക്തിപരമായ കാര്യങ്ങൾ ആഘോഷിക്കുന്നതിനേക്കാൾ ദേശം സ്വാതന്ത്ര്യം നേടിയത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാവധി.
ഇതൊരു ഇതിനകത്തൊരു കോമൺ സെൻസ് ഇല്ലാത്ത പരിപാടിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മദ്യപാനം ഞാൻ നിർത്തിയ വഴിയിലൂടെ നിലവിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഡ്രിങ്കിങ് ഒരു കുറ്റമല്ല. ഇപ്പോൾ ഞാൻ അമേരിക്കൻ കമ്പനിയിൽ, പിന്നെ സ്വിറ്റ്സർലൻഡ് കമ്പനിയിൽ, ഡാനിഷ് കമ്പനിയിൽ, ബ്രിട്ടീഷ് കമ്പനിയിലൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഗൾഫിൽ. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഒഴിച്ചാൽ ഗ്ലാസ് കമത്തി വെച്ചു. 4ാമത്തെ ഒരെണ്ണത്തിനും കൂടിയൊക്കെ ഞാൻ ഓർഡർ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അമേരിക്കൻ കമ്പനിയിൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ചിലവായിരുന്നു മദ്യം ഉൾപ്പെടെയുള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് ഇഷ്ടമുള്ള ഹോട്ടലുകളിൽ, ഇൻ്റർനാഷണൽ ഹോട്ടലിൽ പോയിട്ട് നമുക്ക് കഴിക്കാം. വണ്ടിയും ഡ്രൈവറും ഒക്കെ കമ്പനി തന്നെ വിടുന്നത് അവിടെ. ബാക്കിയുള്ളതൊക്കെ പിന്നെ അവനോട് പൈസയ്ക്കാണ് പോകുന്നത്. ഞാൻ പിന്നെ സ്വന്തം പൈസയ്ക്ക് പോകുമ്പോൾ എവിടെയെങ്കിലും പോയില്ല. ഇവരാരെങ്കിലും നിർബന്ധിച്ചൊക്കെ പോകുമ്പം ഈ വൈറ്റ്സൊക്കെ വിളിച്ചങ്ങനെ പോകുമ്പം അവരോട് പോകും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ വേറെ വല്ല പാർട്ടികൾക്ക്. ഇപ്പോൾ ഷെറാട്ടണും റിഡ്സ് കാർട്ടണും 4 സീസൺസിലും പിന്നെ മാറിയറ്റിലും അങ്ങനെയുള്ള പിന്നെ ഖത്തറിലെ എല്ലാ പ്രധാനപ്പെട്ട ഈ എന്താ പറയുക നക്ഷത്ര ഹോട്ടലുകളിലെ ബാറുകളിൽ പോയി ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് വിവിധ കമ്പനികളുടെ ലോഞ്ചിങ്, പല ഔദ്യോഗിക പരിപാടികൾ അങ്ങനെയുള്ളതിൽ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ കൂടെ മദ്യപിക്കാത്തവർ അവരുടെ പാസിൻ്റെ കൂടെ എണ്ണയും കൊണ്ടുപോകും. അവർ കുടിക്കാത്തവരുടെ ഞാൻ കഴിച്ചോട്ടെ എന്ന് എഴുതിയിട്ട് അത്രയും നേരം കൂടെ വർത്തമാനം പറഞ്ഞിരിക്കാമല്ലോ എന്ന് എഴുതിയിട്ട്. അല്ലാതെ ഞാൻ ചോയ്സ് കൊടുത്ത് അവിടെയൊന്നും പോയിട്ടില്ല. ഞാനവിടെ പോയിട്ടുള്ളത് ആദ്യ കാലഘട്ടത്തിൽ ചെറിയ വരുമാനം കുറവുള്ള കാലത്ത് പിന്നെ അവിടെ സോഫിറ്റൽ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ടായിരുന്നു, അവിടെയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഗോകുലത്തിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു. എക്സ്പെൻസീവാണ് ഹൈലി, അതുകൊണ്ടാണ്. അവിടെയും എക്സ്പെൻസീവാണ്. പക്ഷേ മറ്റിടത്തൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല, കിഡ്നി വെക്കേണ്ടി വരും. ഒരു പെഗ്ഗിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പിന്നെ 5000 രൂപയും ഒക്കെ വരും. അങ്ങനെ വരും. നല്ല ഹോട്ടലിൽ പോയിട്ട് ഷെറാട്ടണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരൊറ്റ പെഗ്ഗിന് അവിടെ കിട്ടാവുന്ന ഏറ്റവും ലോക്കൽ ബ്രാൻഡ്. അവിടെ ജവാൻ വെക്കണമൊന്നുമില്ല, അത് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവരും മദ്യത്തിന് സോഷ്യൽ ഡ്രിങ്കിങ് അല്ലാതെ മദ്യത്തിന് ആസക്തിയിലേക്ക് പോകുന്ന എല്ലാവരും രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നതിൻ്റെ കൂടെ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ ഒരുക്കി കൊടുക്കാനും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സ്ഥാപനം തുടങ്ങണം തന്നെ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ സമീപകാലത്തായിട്ട്. കാരണം ഈ അവിടെ ഇവിടെ ആശുപത്രി കൊണ്ടുപോയിട്ടിട്ട് ഒരാളുടെയും കള്ളുണി നിർത്തൂല. പലതും ഉള്ളായ്പ സംഭവങ്ങളാണ് നന്നായി നടക്കുന്നുണ്ട്. ആദ്യം മനുഷ്യൻ്റെ ഒരു തീരുമാനത്തിലേക്ക് പോകണം. 2 ഫാമിലിയുടെയും സൗഹൃദങ്ങളുടെയും ഒരു വലിയ സംരക്ഷണയും പിന്തുണയും വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ ഘട്ടത്തിലും പലവട്ടം നിർത്തിയിട്ടുണ്ട്, വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു സൗഹൃദ വലയം. ഞാൻ ജോലി ചെയ്യുന്നത് ഏത് സ്ഥാപനങ്ങളിലാണെങ്കിലും അവിടെയുള്ള സഹപ്രവർത്തകരുടെ അതെന്താ വെച്ചാൽ നമ്മളുടെ കെമിസ്ട്രി രൂപപ്പെടുന്നുണ്ട്, വൈബും ഉണ്ട്. ഞാനുമായി അടുത്ത സൗഹൃദത്തിലായ ഒരാളുമായി എനിക്ക് പിന്നീട് തെറ്റേണ്ടി വന്നിട്ടില്ല. അത്യപൂർവമായി മാത്യു സാമുവലിനെ പോലെയുള്ള ചില ആൾക്കാർ, അതും എൻ്റെ കാര്യത്തിലല്ല, എന്നോടൊന്നും ഒരു ഫ്രോഡ് പരിപാടി കാണിച്ചിട്ടില്ല. ബാക്കിയുള്ളവരോട് ഫ്രോഡ് പരിപാടി കാണിച്ചപ്പം അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു ശീലം ചെറുപ്പം തൊട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കി വെച്ച ശത്രുതയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഡ്രൈ ഡേ ഒക്കെ എടുത്ത് കളയണം. സ്വാതന്ത്ര്യദിനം കള്ളു കുടിച്ച് ആഘോഷിക്കേണ്ടവർക്ക് അങ്ങനെ തന്നെ 2 സ്മോൾ അടിച്ച് ആഘോഷിക്കാനുള്ള സംവിധാനം ഒരുക്കണം. ഈ ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധിയും ഒക്കെ ജനിച്ചത് നമ്മളെ കുറ്റം കൊണ്ടൊന്നുമല്ല ജനിച്ചത്. അത് അവരെ അച്ഛനും അമ്മയും അന്ന് ജനിപ്പിച്ചതാണ്. അവരെപ്പോലെയുള്ള മഹാത്മാക്കളുടെ നമ്മളൊക്കെ ബർത്ത്ഡേ ഇരുന്നിട്ട് കള്ളു കുടിച്ചിട്ട് ആഘോഷിക്കുമ്പം ഒന്നിനും കൊള്ളാത്ത നമ്മളെ ഒക്കെ ഇരുന്ന് ഇവിടെ പിന്നെ ഏറ്റവും വലിയ ക്രിമിനലുകളും ഗുണ്ടാസംഘങ്ങളും ഈ ചാരിറ്റി തട്ടിപ്പുകാരും ചിട്ടി കമ്പനി വെച്ച് ആൾക്കാരെ പറ്റിക്കുന്നവരും ഒക്കെ അവരുടെ ജന്മദിനം ആഘോഷിക്കുമ്പം മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒക്കെ ജന്മദിനം ആഘോഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് മലയാളിക്ക് മദ്യമില്ലാതെ നമുക്ക് എന്താ ആഘോഷം എന്ന് പറയുന്ന കാലത്തോളം ഇത് പരിപൂർണമായി ഇവിടെ നിരോധിക്കപ്പെടുമ്പോൾ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കപ്പെടുന്ന ആളുകൾക്ക് എല്ലാ പഞ്ചായത്തുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സൈക്കോളജിസ്റ്റിൻ്റെയും സൈക്കാട്രിസ്റ്റിൻ്റെയും സേവനം ഉറപ്പുവരുത്താവുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഡി അഡിക്ഷൻ സെൻ്ററുകൾ ആരംഭിക്കാൻ കഴിയാത്ത കാലത്തോളം ഇത് തുടർന്നുകൊണ്ടിരിക്കും. ബോധവൽക്കരണം കൊണ്ടൊന്നും നിൽക്കുകയൊന്നുമില്ല. പിന്നെ ഭക്തിയുടെ മാർഗത്തിലൂടെ നിർത്തുന്ന കുറച്ച് പേരുണ്ട്, അത് അത്യപൂർവമാണ്. അതും ഒരു പരിധിക്കപ്പുറം അഡിക്റ്റ് അവർക്ക് കഴിയില്ല, റിക്കവർ ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വെറുതെ ചെറിയ സാധനം നിങ്ങളെ ശ്രദ്ധയിലേക്ക് ഇട്ടുകൊണ്ട്, കാരണം കുറേ ദിവസമായിട്ട് ഈ ഷാഫിനെ ബിരിയാണി വെച്ചിട്ടും രാഹുലിനെ കുഴിമന്തി വെച്ചിട്ടും മടുത്തു, ആൾക്കാർക്കും മടുത്തിട്ടുണ്ടാവും. അത് ഇതിൽ വെറുതെ വിട്ടു എന്നല്ല കേട്ടോ അർത്ഥം. തുടരും. ഇപ്പം തൽക്കാലം ഗുഡ് മോർണിംഗ്. ഓക്കെ.